വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി ഇൻ മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഒരു യാത്ര പോവുകയാണ്. യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ കോട്ടയത്തേക്ക് വിടുകയാണ്. കോട്ടയത്ത് മമ്മിയുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. ഞാൻ കുറേ വർഷമായി അവരെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഡിസംബറിൽ വന്നപ്പോൾ നേരെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ച് അങ്ങോട്ടൊക്കെയുള്ള യാത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം കുറച്ച് റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. അപ്പം നമ്മൾ കോട്ടയം പുതുപ്പള്ളിയിലുള്ള മമ്മിയുടെ മാവിയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിറയെ ഗാർഡൻ ഉണ്ട്, ഒരു ചെറിയ ഗാർഡനൊക്കെ ഉറപ്പിക്കിയിട്ടുണ്ട് അമ്മച്ചി. ഇതിൽ ഓർക്കിഡിൻ്റെ പല കളേഴ്സാണ് ഇവിടെ കാണുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ വീഡിയോ ഞാൻ എടുക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വീട് പഴയ തറവാടാണ്. ഒരു 100 വർഷക്കാലമൊക്കെ പഴക്കമുള്ള ഒരു ചെറിയൊരു തറവാടാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു വീടാണ്. അപ്പം നല്ല രസമാണ് കാണാൻ. അകത്തോട്ടൊക്കെ കയറിയ പഴയ അറയും നിലയൊക്കെ ഉള്ള ഒരു ചെറിയൊരു തറവാടാണ്. അപ്പം കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാൻ പഴയ വീട്. ഞാൻ പണ്ട് കുഞ്ഞിലെ എങ്ങാണ്ട് ഞാനിവിടെ വന്നിട്ടേ ഉള്ളൂ, പിന്നെ അങ്ങനെ വരാനൊന്നും സാധിച്ചില്ല. അപ്പം ഇപ്പോഴാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം കണ്ടില്ലേ, ഇങ്ങനെ അന്ന് വന്നപ്പം ഇങ്ങനെ പുറത്തിങ്ങനെ ടൈൽസ് ഒന്നും ഇല്ലായിരുന്നു. വേണ്ട, ഇങ്ങനെ നല്ലൊരു കുഞ്ഞി തറവാടാണ്. കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇതാണ് ശരിക്കും ഫ്രണ്ടിലത്തെ അകത്തോട്ട് കയറാനുള്ള ഒരു വാതിൽ. പക്ഷെ നമ്മളിപ്പോൾ അവിടെ ഇരുന്നിടത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ എല്ലാം അമ്മച്ചി ഇങ്ങനെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് പശുക്കൂടാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ പശുക്കൂടൊന്നും ഇപ്പം അങ്ങനത്തെ വീടുകളിലൊന്നും ഇപ്പം കാണാറില്ല. അപ്പം ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറി. ഇത് സിറ്റിംഗ് റൂമാണ്, ചെറിയൊരു ഹോള്. കണ്ടില്ലേ. അപ്പം ഇവിടെ ഇങ്ങനെ അപ്പച്ചയുടെയും അമ്മച്ചിയുടെയും പഴയ ഫോട്ടോസും കല്യാണ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അപ്പച്ചന്. കുരുവിള ജോർജ് എന്നാണ് അപ്പച്ചൻ്റെ പേര്. അപ്പച്ചൻ മരിച്ചിട്ട് ഒരു വർഷം കഴിയുന്നു. അപ്പം അപ്പച്ചനെ അറിയാൻ വയ്യാത്തവരായി ഈ കോട്ടയം പുതുപ്പള്ളിയിൽ ആരും കാണത്തില്ല. അപ്പച്ചൻ കോട്ടയം CMS കോളേജിലെ പ്രൊഫസറൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഒത്തിരി കാലമായി അപ്പച്ചനെ കണ്ടിട്ട് എനിക്ക് ആ ടൈമിൽ വരാനും സാധിച്ചില്ല. അതുകൊണ്ട് അപ്പച്ചൻ്റെ മോളാണ്. ചേച്ചിനെ വീഡിയോ കാണിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഓടുവാണ്. അപ്പം ഇതുകൊണ്ട് ഇത് ചെറിയൊരു ഹോളാണ്. ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. ചേച്ചിയുടെ 2 മക്കളാണ് ഇവർ. ഇതുകൊണ്ട് അവിടെ ആട്ടുതൊട്ടിലും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് പഴയ കാല കോളാമ്പിയും കാര്യങ്ങളും എല്ലാം അതേ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് റൂമാണ്. അതേ രീതിയിൽ തന്നെ ഒന്നും അടിച്ച് നിരപ്പാക്കാതെ അതേ രീതിയിൽ ഹൈറ്റോടെ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ തടിയും കാര്യങ്ങളും എല്ലാം പോളിഷ് വർക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അറയും നിലയും എല്ലാം. പിന്നെ മറ്റൊരു റൂമാണ് ഇത്. എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒന്നും ഒരു മാറ്റവും വരുത്താതെ എല്ലാം അതുപോലെ തന്നെ. ചെറിയ വിൻഡോ കണ്ടില്ലേ, നമ്മുടെ പഴയ കാല കാര്യങ്ങളെല്ലാം ഓർമ്മ വരും ഇങ്ങനത്തെ വീടുകളൊക്കെ കാണുമ്പം. കണ്ടില്ലേ. അപ്പം ഇന്ന് ചേച്ചി തിരിച്ച് ദുബായിക്ക് പോവാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടി ഇന്ന് തന്നെ വന്നത്. ചേച്ചിനെയൊക്കെ കണ്ടിട്ട് ഒത്തിരി കാലമായി. അപ്പം ഞാൻ അതിന് വേണ്ടിയാണ് ഞാൻ ഓടി വന്നത്. അപ്പം ചേച്ചി എല്ലാ പെട്ടിയൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ആ ടൈമിലാണ് ഞങ്ങൾ കയറി വന്നത്.
അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് ഒരു കുഞ്ഞു വീട്, നല്ല അറിയുന്നിലയുള്ള ചെറിയ തറവാട്, അതേ രീതിയിൽ കണ്ടില്ലേ. അപ്പം ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് അധികം ഞാൻ വീഡിയോസ് എടുക്കുന്നില്ല, അവരെയൊന്നും കാണിക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇത് കിച്ചണായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ താലി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട്. താലി ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ കയറി നമ്മുടെ കോട്ടയത്ത് തന്നെയുള്ള താലി റെസ്റ്റോറൻറ്റിൽ. അപ്പം നമ്മൾ താലി റൈസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം ഫുഡ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അന്വേഷിച്ച് ഫുഡ് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും നല്ല അടിപൊളി ഭക്ഷണമാണ് കേട്ടോ ഈ താലി റെസ്റ്റോറൻറ്റിൽ. ഇവിടെയൊക്കെ ഉള്ളവർക്കെല്ലാം അറിയായിരിക്കും, നല്ല അടിപൊളി ഭക്ഷണമാണ്. അപ്പം വരുന്നവരൊക്കെ ഒന്ന് കയറിയിട്ട് നോക്കിയിട്ട് പോവുക. അപ്പം അങ്ങനെ ബിരിയാണിയും എത്തി. അപ്പം മറ്റു വീടുകളിലൊന്നും ഞാൻ വീഡിയോസ് എടുക്കാനായിട്ട് ഞാൻ കഴിഞ്ഞില്ല. അപ്പം ചെറിയ ഫോട്ടോസൊക്കെ ഞാൻ ഇടുകയാണ്. ഇതെല്ലാം മമ്മിയുടെ കസിൻസ് ആണ്. എല്ലാവരെയും ഞാൻ ഇപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്.